ദൈവമഹത്വം. എൻ്റെ ഒരു ബിജു, പെരുമ്പാവൂരാണ് എൻ്റെ വീട്. പെരുമ്പാവൂർ ഒട്ടക്കാട്ടുപടിയിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഖത്തറിലാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഇപ്പോൾ 4 യാത്രയെ ചെയ്യുന്നു. പക്ഷെ ഇതുവരെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ദേവസ്ചേട്ടൻ എനിക്കൊരു മാതൃകയാണ്. കുക്കിംഗ് പഠിപ്പിച്ചു എന്നാണ് പറയാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവസ്ചേട്ടൻ പറയും ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലോ എന്ന് പറയും. പക്ഷെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേവസ്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭക്ഷണം എല്ലാം വെക്കുന്നത് ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിച്ചു വെക്കും, അത് ശരിയാവും. ഇപ്പൊ ഞാനത് കോപ്പി ചെയ്തു. ഞാനിപ്പോൾ ഭക്ഷണം വെക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് രുചി വരുന്നതെന്ന്. നല്ല ഭക്ഷണം വെക്കാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലയിടത്തും പറഞ്ഞാൽ വിദേശത്തായിരുന്നപ്പോൾ അവിടെ ചെറിയ ചെറിയ ഭക്ഷണം വെക്കായിരുന്നു. ഇപ്പൊ വീട്ടിലിപ്പോ ചില കറികളൊക്കെ വെക്കാൻ പറഞ്ഞ് ഞാനാ വെക്കുന്നത്. ഇപ്പൊ അതൊരു ശീലമായി. അതൊരു ബുദ്ധിമുട്ടുമായിപ്പോ. ഇതിപ്പോ ഞാനിപ്പോ വൈഫിനോട് പറഞ്ഞു കൊടുത്തേക്കാണ്, ഇതിങ്ങനെ പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് ആ കറിയൊന്നും ശരിയാക്കണേന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വൈഫിനെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കണം. ഭക്ഷണം വളരെ നന്നായിരുന്നു. ഭക്ഷണം നന്നായിരുന്നു മാത്രമല്ല, ഇത് ഞാൻ പലപ്പോഴും രണ്ടാമതൊക്കെ ഒന്ന് മേടിക്കുമ്പോൾ എനിക്കൊരു മടിയാ. എന്താ പറഞ്ഞാൽ ഇവനെന്താ ഈ ആർത്തി പിടിച്ച പിള്ളേരമാതിരി വിദേശത്താന്ന് പറയുകയും ചെയ്യുന്നത് പട്ടിണി കിടക്കണേന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്റെ കൺട്രോൾ പോകും. എത്ര നിയന്ത്രിക്കുമെന്ന് വെച്ചാലും ഞാൻ ഒരു പ്രാവശ്യം വന്ന് മേടിച്ചിട്ടേ പോകുള്ളൂ. ഈ കഞ്ഞിയും പയറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, കഞ്ഞി പയർന്ന് മാത്രം എനിക്ക് കഞ്ഞിയും പയറാണ് എനിക്ക് വളരെ താല്പര്യമാണ്. പക്ഷെ ഇങ്ങനെ ഭക്ഷണം കിട്ടുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. പിന്നെ ചായ കുടിയൊന്നുമില്ല, അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും അറിയില്ല. ഉപ്പാവ് ഞാൻ അവസാനം പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ നന്നായിരുന്നു. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വളരെ സംഘർഷത്തോടുകൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിലൊപ്പം കിട്ടുന്നത്. വരുന്നതിന് കുറച്ച് മുമ്പാണ് ഒരു ചെറിയൊരു കോൾ കിട്ടിയപ്പോൾ അതിലൊരു ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അത് വളരെ വിഷമത്തോടെയായിരുന്നു വന്നായിരുന്നത്. ഞാൻ അതിനുശേഷം അത് കൗൺസിലിങ്ങിനെ പങ്കുവച്ചു. അത് കുരിശിന്റെ വഴിയിൽ ഞാൻ സമർപ്പിച്ചിരുന്നു. കുരിശിന്റെ വഴിയിൽ അത് സമർപ്പിച്ച് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പല വിഷയങ്ങളും എൻ്റേതല്ലാത്ത മറ്റു പലരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് 12 സ്ഥലം വരെ ഞാൻ ഇതുവരെ 3 പ്രാവശ്യം കുരിശിന്റെ വഴിയിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ എൻ്റെ കാല് പൊട്ടിയിട്ടുള്ളൂ. അതിനുശേഷം 2 പ്രാവശ്യം എൻ്റെ കാല് പൊട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജോബ്രദർ പറഞ്ഞു, കാല് പൊട്ടിയില്ലെങ്കിൽ അനുഗ്രഹമില്ല, അനുഗ്രഹം കുറവായിരിക്കും. ഈ പ്രാവശ്യം അതിന് പകരം 2 കാലും പൊട്ടിയിട്ടുണ്ട്. അല്ല, എന്തൊക്കെയായാലും ഞാനാ വെച്ച നിയോഗങ്ങൾക്ക് അതിനൊരു വിടുതൽ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആ സംഘർഷമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതൊന്നുമല്ല, എനിക്കതൊരു വിഷയമല്ല. ഇപ്പൊ എൻ്റെ മനസ്സിൽ ആ ചിന്ത പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ജപമാലയിൽ പോയപ്പോൾ ഞാൻ ആദ്യം തന്നെ മാതാകുളത്തിൽ പോയി. ഞാൻ കുറച്ച് നേരത്തെ പോയിരുന്നു. ആ മാതാവിൻ്റെ അടുത്ത് കുറേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ലഭിച്ചു. സ്മെല്ലുണ്ടായിരുന്നു എനിക്ക്. അതിനുശേഷം ഇങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് അങ്ങനെ സ്മെല്ല് കിട്ടുന്നില്ല. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കും. ചിലപ്പോൾ സെന്റിന്റെ ആരെങ്കിലും സ്പ്രേ അടിച്ചതാണോ എന്നൊരു സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി നോക്കും. അപ്പോഴും എനിക്ക് ആ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ദുഃഖത്തിന്റെ 2ാം രഹസ്യത്തില് എനിക്കൊരു നല്ലൊരു ഫീലുണ്ടായി. ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ മാതിരി ഒരു ഇത് കിട്ടി. പക്ഷെ അതിനുശേഷം എനിക്ക് അത്ര മാതാവിന്റെ സ്മെല്ല് കിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കുഴക്കിണറൊക്കെ താത്തുമ്പോ മെഷീൻ വന്നടിക്കില്ലേ, ആ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടിഞ്ഞാൽ പിന്നെ മെഷീൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതൊരു ബോധ്യം കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതായത് വളരെ ഹൃദയം വളരെ ലോലായി, വളരെ ആ സംഘർഷം എന്ന് മാറി. അതുപോലെ തന്നെ ഏകാഗ്രത കുറെ. എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പ്രാർത്ഥന ഉണ്ടെങ്കിലും പക്ഷെ ഈ ചിന്തകൾ ഇങ്ങനെ മാറിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്. ആ ചിന്തകളിൽ നിന്ന്, ആ ഒരു മാറ്റത്തിൽ നിന്ന് കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറെ ഏകാഗ്രതയോടെയും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇത് പറയുകയാണെങ്കിൽ ഈ കൂട്ടായ്മ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ, വിദേശത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ജീവിക്കാൻ വലിയ പാടുമാണ്. തീക്ഷ്ണമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരു ദിവസം പോലും ജോലിക്ക് പോകാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസുമാരൊക്കെ ചിലപ്പോൾ പലപ്പോഴും
പുലിയന്മാരായിരിക്കും നിൽക്കുക. ഇവരെയൊക്കെ ഒതുക്കണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു രഹസ്യം ചൊല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും പോകും. ആ ദിവസത്തെ കാര്യം കട്ടപോവുകയായിരിക്കും. പിന്നെ അതുപോലെ അവിടെ കൂട്ടായ്മകളുണ്ട്. അപ്പോൾ കൂട്ടായ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണ ഞാനിങ്ങനെ പോകുമ്പോൾ ഇത്ര ഇപ്പോൾ ഒരു 10-16 വർഷത്തിൽ കൂടുതലായി ഞാൻ വിദേശത്തായി ജോലി ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ പോകുമ്പോഴും ഞാൻ പല ധ്യാനത്തിനൊക്കെ പോകുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ 4 യാത്രയാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ. ഈ യാത്രയിൽ വന്നതിന് ശേഷം ഒരു ധ്യാനത്തിന് പോയി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ഒരു ധ്യാനത്തിന് പോയ 3 മാസമായിട്ട് ചാർജുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. എനിക്കൊരു വർഷം ഫുള്ളായിട്ട് കിട്ടും. ഒരു വർഷം ഒരു 8-9 മാസം. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ അടുത്ത ചാർജിനുള്ളത് ഇവിടുന്ന് കിട്ടും. അപ്പൊ എനിക്കത് അതിന്റെ ഒരു ഇത് കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ഓരോ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ശക്തമായി ലഭിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്കതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ, ഇവിടെയുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വെറും 2 പേരായിട്ട് തുടങ്ങിയെങ്കിലും അത് ആഴ്ചയിലെ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ കൂട്ടായ്മ അവിടെ കൂടുന്നുണ്ട്. അത് ഇംഗ്ലീഷായിട്ടും മലയാളമായിട്ടും ഹിന്ദി ആയിട്ടും മലയാളത്തിന്റെ ഇന്റർസെക്ഷനും സെൽ ഗ്രൂപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നേപ്പാളി കൂട്ടായ്മയായിട്ടൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി. ഹിന്ദി കൂട്ടായ്മയായി എല്ലാത്തിനും കോർഡിനേറ്ററൊക്കെ ആയിട്ട് എന്നെ തന്നെ പിടിച്ചെടുത്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പോരുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഹിന്ദി കൂട്ടായ്മ ഒരാൾ പറഞ്ഞു, അങ്ങനെ പള്ളിയിൽ നിന്ന് വന്നാ എന്നോട് പറഞ്ഞു, ബിജു നീ കോർഡിനേറ്റർ ആവണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പറ്റുമൊന്നുമില്ല, എനിക്ക് എൻ്റെ പ്രേഴ്സണൽ പ്രയർ തന്നെ നടത്താൻ പറ്റുന്നില്ല. ഈ കൂട്ടായ്മ ഇത്രയും കൂട്ടായ്മ ഇങ്ങനെ കൊണ്ടുനടക്കണം, എനിക്ക് പറ്റില്ല, എൻ്റെ പേരിന് പറയുന്നു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ എനിക്ക് നമുക്കൊരു കാര്യം നറുക്കിടാം. അപ്പൊ ഞാൻ മനസ്സിലാവുന്നത് ശരി എന്നാ ശരി നറുക്കിട്ടപ്പോ എൻ്റെ പേര് അതും നമ്മള് തലയില്. അപ്പോ ബ്രദർ എന്റെ അടുത്ത് പറഞ്ഞ, ബിജു നിന്റെ പേരാണ് ദൈവം പറയണേ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിജു നീ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നോട് എനിക്ക് വെളിപ്പെടുത്തുന്ന പേര് ബിജുവിന്റെയാണ്. ഞാൻ ഇപ്പൊ ബ്രദറോട് പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എനിക്ക് കുറെ പരിമിതികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഇത്രയൊന്നും ലോഡ് എടുക്കാൻ പറ്റില്ല. എന്നാലും ഫുൾ അതിന് വേറെ ഒന്നും കാണുന്നില്ല. ദിവസവും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ നേരെ പ്രയറായിട്ട് ഇത് നടക്കുകയാണ്. ആരുമായിട്ടൊരു വേറെ ബന്ധമില്ല. ഈ പ്രയർ റിലേറ്റഡ് ആയിട്ടല്ലാത്ത ഒരു ബന്ധത്തിൽ നമ്മളില്ല. റൂമിൽ ടി വി ഉണ്ട്, പക്ഷെ ടി വി കാണാനുള്ള സമയമൊന്നും അതിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ശാലമൊന്നും കിട്ടാത്തതുകൊണ്ടും പിന്നെ ടി വി കാണാൻ നിൽക്കാറില്ല. ഒന്നിനും നിൽക്കാറില്ല. ഭക്ഷണം കഴിച്ച് നേരെ പോവാ. ഭക്ഷണമൊക്കെ കമ്പനി തരുന്നുള്ളതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കും, നേരെ പ്രയർ റൂമിലേക്ക് പോകും. അവിടെ കുറേ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടുന്നുള്ളതുകൊണ്ട് പിന്നെ ഈ ആളുകളൊക്കെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അപ്പൊ എന്നെയൊക്കെ കാണുമ്പോൾ പല ആൾക്കാരുടെ ഫോൺ വരുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഫോൺ എടുക്കൂല എന്ന് പറഞ്ഞാൽ അറിയാം. പ്രയറിന്റെ ദിവസമാണ് നോക്കുക, ദിവസം നോക്കും. തിങ്കളാഴ്ചയാണ്, ഇത് ബിജു വിളിച്ചിട്ടുണ്ടെങ്കിൽ കാരണേതാണ്. പലപ്പോഴും അവർ റൂമുകളിലൊക്കെ പോയി തന്നെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. പലപ്പോഴും അവർക്ക് പേടിയുണ്ടാവും. ഞാൻ പറയും നീയൊക്കെ വന്നില്ലെങ്കിൽ ഞാനൊന്ന് മുട്ടിലേക്കും, അപ്പൊ നിങ്ങളൊക്കെ തന്നെ വരും എന്ന് പറയും. അപ്പൊ ആ ഒരു പേടി കൊണ്ട് അവർ വരും. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നതന്നെ ഇത് ഞാൻ ദശാംശം അത് പറയുന്നുള്ള കണക്ക് പറയുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രയോജനം ലഭിക്കുന്നതുകൊണ്ട് അത് പറയാനുള്ളൊരു പ്രയോജനം ലഭിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഞാൻ എന്ന് മുതൽ ഞാൻ ദശാംശം കൊടുക്കുവാൻ തീരുമാനിച്ചോ അന്ന് മുതൽ എൻ്റെ വരുമാനത്തിൽ ഒത്തിരിയേറെ കൂടുതലുണ്ടായില്ലെങ്കിലും ഒരിക്കലും അനാവത്തായിട്ടൊരു ചെലവുണ്ടായിട്ടില്ല. എൻ്റെ ആവശ്യം എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ, എനിക്ക് എപ്പോഴൊക്കെ പൈസ ആവശ്യം വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ദൈവം എനിക്ക് അത്ര അധികമായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഒരു കടപണിയൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ പൈസയൊന്നുമില്ല, അപ്പൊ എങ്ങനെയാ ചെയ്യുക, കുറച്ച് പൈസ ഉള്ളൂ, എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു കോൺട്രാക്ടറെ കിട്ടി. പറഞ്ഞു നീ പൊക്കോ, ഞാനെല്ലാം ചെയ്തു തന്നേക്കാം. അത്രയും നാൾ കിട്ടാതിരുന്ന അവിടെ കമ്പനിയിൽ കിട്ടിയ ഓട്ടോയുമാണ് എനിക്ക് അന്നോട്ടാ കിട്ടിക്കൊണ്ടിരുന്നത്. ആ പണി കഴിഞ്ഞു, ആ ഓട്ടയും നിന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ വീടിന്റെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു, എടാ നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ കൊള്ളായിരുന്നോ? ഞാൻ പറഞ്ഞു നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാനിപ്പോ ഇത് പണിതല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഇതിന്റെ പൈസ ഉണ്ടോ? ഞാൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇത് ചെയ്തു. അവന് പറഞ്ഞു എനിക്ക് തുടങ്ങിയേക്കാന്ന് വെച്ചാൽ അവിടെ പണിക്കാരെ കിട്ടി, തുടങ്ങി. ഞാൻ തിരിച്ചുപോയി. ആ പണിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓട്ടയം എനിക്ക് കിട്ടുന്നത്. അത് ഏകദേശം പണി കഴിഞ്ഞു, എന്റെ ഓട്ടയം ഫുള്ളായിട്ടാ കട്ടായി.
ബാധ്യത തീർന്നു, ദൈവം പൈസ കട്ട് ചെയ്തു. ഇപ്പൊ അതിനുശേഷം ഇപ്പോ അടുത്തുണ്ടായ സംഭവം, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു വാഹനം മേടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഓൾട്ടോയെങ്കിലും മേടിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും മതി, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വാശി പിടിക്കാറില്ല, എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം. കാരണം എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു വാഹനം മേടിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പണിയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്നത് വേണം നിർബന്ധമാണ്, അങ്ങനെയൊന്നുമില്ല. ദൈവം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിതാ, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിതാ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങണമെന്ന് വിചാരിച്ചു, ബുക്ക് ചെയ്തു, കിട്ടിയില്ല. ഞാൻ തിരിച്ചുപോയി. അപ്പൊ വിഷമമുണ്ടായി, എന്തെങ്കിലും മേടിക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഇപ്പോഴാ തോന്നുന്നു, ആ പൈസ ഞാൻ എന്നേക്കാള് ഒത്തിരിയേറെ ആവശ്യമുള്ള ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ സഹായിക്കാൻ സാധിച്ചു. അവർക്ക് ഒത്തിരിയേറെ ആവശ്യം അതിലുണ്ടായിരുന്നു. എന്തൊക്കെയായാലും അവർക്ക് ആ ഒരു ഉപകാരം നടന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോൾ അപ്പൊ പൈസ കുറവാണ്, വണ്ടി വാങ്ങണം ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ, കഴിഞ്ഞ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് വണ്ടി കിട്ടി. ഏറ്റവും പുതിയ മോഡലായ ഡിസയർ വാങ്ങാൻ പറ്റി. അതായത് ഓൾട്ടോ മേടിക്കാൻ ആഗ്രഹിച്ചു, ബ്രാൻഡും ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ ഡിസയർ വാങ്ങിയതായി വാങ്ങിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആ വലിയ അനുഗ്രഹം, അതായത് നാം കൊടുക്കാൻ ദൈവത്തോട് എപ്പോ ആഗ്രഹിക്കുന്നോ, നാം ദൈവത്തിന് എപ്പോ കൊടുക്കുന്നോ, മടി കൂടാതെ കൊടുക്കുന്നോ, അതിനനുസരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് എന്റെ അനുഭവം വെച്ച് തന്നെ പറയുന്നതാണ്. നമ്മൾ കൊടുക്കാതിരുന്ന് നോക്കിക്കോ, നമ്മളിത് പോവുകയും ചെയ്യും, നമുക്ക് തിരിച്ച് ലഭിക്കുകയില്ല. അതാണ് ഇപ്പോ നമ്മുടെ ദേവസ്വം പറയാൻ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ദശാംശം കൊടുത്ത് പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. പരീക്ഷിച്ച് നോക്കിക്കോ, ധൈര്യമായിട്ട് നിങ്ങൾ കൊടുത്തോ, നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിച്ചിരിക്കും. ഏതൊക്കെ തലത്തിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം ആ തക്ക സമയത്ത് ദൈവം ഇടപെടും, നമുക്ക് ലഭിച്ചിരിക്കും. എന്റെ ജീവിതത്തില് ഇത്രയേറെ ഈ വരുമാനത്തിൽ ഇപ്പോ ഗൾഫിലെ പ്രശ്നങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും. ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് 2 പ്രാവശ്യം ടെർമിനേഷൻ നോട്ടീസ് വന്നു. പോയി ഒപ്പിട്ടാൽ മതി, 15 ദിവസത്തിനുള്ളിൽ പോവാം. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം, ഞാൻ ആഗ്രഹിച്ച ദൈവം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിലനിർത്തണം. അല്ല, നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഞാൻ പോകാൻ തയ്യാറാണ്, നീ ആഗ്രഹിക്കുന്ന വിധത്തില് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ദൈവം ഈ 2 പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വന്ന ടെർമിനേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞാല് ആളെ കുറയ്ക്കാണ്, ഇനി നിവൃത്തിയില്ല, നിന്നെ വിടുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് വേറെ എഞ്ചിനീയർ ഇടപെട്ടു, അവന് വിടാൻ പറ്റില്ല, അവിടെ എനിക്ക് വേണം. വിട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടായ്മ അത് ആ സമയത്ത് വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിലെ പല ആൾക്കാർക്ക് ടെർമിനേഷൻ കിട്ടി. പല ആൾക്കാർ ആ ഒരു കാരണം വെച്ച് തന്നെ കൂട്ടായ്മയിൽ നിന്ന് പോയി. പേടിയായിരുന്നു. കൂട്ടായ്മയിൽ ശക്തമായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് ടെർമിനേഷൻ ട്രാൻസ്ഫർ എന്താണെന്നൊരു പിടിയില്ല. പക്ഷെ അപ്പൊ അതിനുശേഷം ആ കൂട്ടായ്മയിലൊക്കെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2-3 പേർക്ക് ശക്തമായിട്ട് പ്രവർത്തിച്ച 2-3 പേർക്ക് ടെർമിനേഷൻ നോട്ടീസ് വന്നതാണ്. പക്ഷെ ഇപ്പോഴും അവരവിടെ ഉണ്ട്. അവര് ഒരാൾ സൈൻ ചെയ്തിട്ട് ഈ റൂമിലുണ്ടെന്ന് പറഞ്ഞ മാറ്റിയാ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, അല്ല നീ ഇപ്പൊ വേറെ സൈറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയില് ഓർക്കണം. ഈ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ഇതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് അതിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വേളാങ്കണ്ണി യാത്രയ്ക്ക് വരുന്നത് തന്നെ ഈ ലാസ്റ്റ് സെക്കൻഡിലാണ് പലരും അറിയുന്നത്. അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വീട്ടിൽ വന്നപ്പോ പെങ്ങൾ ആദ്യം ചോദിച്ചത്, നീ എന്താ സ്വർഗത്തിലൂടെ ഉടനോടെ സ്വർഗത്തിൽ നോക്കാണെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഈ സ്വഭാവത്തെ ഒന്ന് മയപ്പെടണമെങ്കിൽ ധ്യാനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും എന്റെ അടുത്ത് പോലും വരില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇച്ചിരി പറയുകയാണെങ്കിൽ ശരിക്കാണ് പറയും. അപ്പൊ അതിനൊക്കെ നിയന്ത്രണം വേണമെങ്കിൽ ഈ ധ്യാനോ ഇതുപോലെയുള്ള വേളാങ്കണ്ണി യാത്രയൊന്നും ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവരൊന്നും അടുത്ത് നിൽക്കുക പോലും ചെയ്യില്ല. ഒരു വാക്കിന് 4 വാക്ക് പറയും. അപ്പോ അത് പറഞ്ഞപ്പോ അതോടെ മുണ്ടാട്ടമില്ലാണ്ടേ. പക്ഷെ ഈ ആ ഒരു ഇതിൽ നിൽക്കാനായിട്ട് കൂടുതൽ ശക്തിയോടെ ദൈവത്തിനോട് പ്രവർത്തിക്കാൻ, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. ഈ കൂട്ടായ്മ എനിക്ക് ഒത്തിരിയേറെ കടപ്പെട്ടതാണ്. ഈ കൂട്ടായ്മ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്.